സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കൺസെപ്റ്റിക്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ വിഷയം കേൾക്കുമ്പോൾ ഇത്രയും ലളിതമായിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുമായിരിക്കും. ഇനി ഞാൻ എടുത്തിരിക്കുന്നതായ ടോപ്പിക് മെയിനായിട്ട് ആരായിരിക്കണം ഒരു നേതാവ്, ആരായിരിക്കണം ഒരു നായകൻ, ആരായിരിക്കണം ഒരു ലീഡർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കും ഈ ചെറിയ ഈസി ആയിട്ടുള്ള ടോപ്പിക് എന്തിനാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്നത്തെ ചുറ്റുപാടിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് ശരിയായിട്ടുള്ള ഒരു നേതാവ്, ഒരു നായകൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലീഡർഷിപ്പ്, നായകത്വം ഇതെല്ലാം മലിനീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. കാലത്തിന് പുറകോട്ട് തിരിഞ്ഞു നോക്കുക. അന്നൊന്നും നമുക്ക് ഈ ടോപ്പിക്കിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അവിടെയെല്ലാം നിറഞ്ഞിരിക്കുന്നത് ഓരോ നായകന്മാരുടെ ഗുണങ്ങളും മേന്മകളുമായിരുന്നു. പക്ഷെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നായകത്വം, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ലീഡർഷിപ്പ്. അതിനാൽ വളർന്നു വരുന്ന യുവാക്കളോട് പ്രിയപ്പെട്ടവരിൽ എനിക്ക് ഓർപ്പിക്കാനുള്ള ചെറിയ 1-2 ഹിന്റുകളാണ്. ആരായിരിക്കണം നമ്മുടെ ലീഡർ? അതേത് മേഖല ആയിക്കോട്ടെ. നിങ്ങൾ വിചാരിക്കും രാഷ്ട്രീയപരമായിട്ടാണോ സംസാരിക്കുന്നത്? നോ, രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല, രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും നമ്മളിൽ വളർന്നു വരിക്കുന്ന നേതാക്കന്മാർ, അവർക്ക് ഒത്തിരി പര്യായപരമുണ്ട്. എന്താണ് ഒരു നേതാവെന്ന് പറഞ്ഞാൽ? അത് പൈലറ്റ്, ക്യാപ്റ്റൻ, മാനേജർ, ലീഡർ, ഹീറോ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പര്യായപദങ്ങളുള്ളതായ ഈ വാക്ക് ഇന്ന് നായകന്മാർ, ലീഡർമാർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അവരിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് തിളങ്ങി നിൽക്കേണ്ടത് ഗുണമേന്മയെ പറ്റി നമ്മൾ ഓർക്കണം. അവിടെയാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ആരാണ് യഥാർത്ഥത്തിൽ ഉള്ള നായകൻ അല്ലെങ്കിൽ നേതാവ്? പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാണ് നായകൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നയിക്കുന്നവൻ നായകൻ. ആരെ നയിക്കുന്നുവോ അവരായി തീരുവാൻ ശ്രമിക്കുന്നവനും അവരായി തീരുന്നവനുമാണ് യഥാർത്ഥത്തിലുള്ള നേതാവ്. അതാണ് അവൻ്റെ ഗുണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് നായകൻ, എന്താണ് നായകത്വം. അതെവിടെയും ആയിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, സമുദായത്തിലായിക്കോട്ടെ, രാഷ്ട്രീയത്തിലായിക്കോട്ടെ, പ്രൊഫഷണലായിക്കോട്ടെ, സാങ്കേതികപരമായിക്കോട്ടെ, ശാസ്ത്രീയപരമായി ഏത് ഫീൽഡിൽ നമ്മൾ നമ്മുടെ ലീഡറെ നോക്കുമ്പോൾ ആ ലീഡർ എങ്ങനെയുള്ളതായിരിക്കണം എന്നതാണ് മെയിനായിട്ടുള്ള ചർച്ച. അപ്പം നമ്മൾക്ക് മനസ്സിലാക്കണം നായകൻ എങ്ങനെ ഇരിക്കണം, നായകൻ്റെ ഗുണമേന്മ എന്താണ്. ഇതിനെ ആസ്പദമാക്കി ഞാൻ 2 ഉദാഹരണമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ 2 ഉദാഹരണങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും, ഓക്കെ, ഇതായിരിക്കും യഥാർത്ഥത്തിലുള്ള നായകന്മാർ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നായകത്വം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത് സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നയിക്കുന്നവരുടെ മാനസിക അവസ്ഥ, അവർക്ക് എന്താണ് ആവശ്യം, അവർ എന്ത് ചെയ്യുന്നു, അതിലേക്ക് നായകൻ ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ സ്പന്ദനങ്ങളും ആ നായകൻ മനസ്സിലാക്കും. അവരുടെ വേർപ്പ് എന്താണ്? കാരണം നായകൻ സ്വയം വേർപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വേർപ്പിന് പ്രത്യേകിച്ച് ദുർഗന്ധം വരില്ല. അതെല്ലാം സുഗന്ധമായിട്ട് ഓരോ നേതാവും മനസ്സിലാക്കും. അങ്ങനെ ആയിരുന്നു ലോക ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നേതാക്കന്മാർ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു അവർ അങ്ങനെ ആയിരുന്നു. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, 2 ഉദാഹരണം ഞാൻ പറയുന്നു. ഒരു നായകൻ ഒന്നാമത് ഒരു കർഷകന്റെ, അതായത് ഒരു കൃഷിക്കാരൻ്റെ പാഠവമുള്ളവനായിരിക്കണം. ഒരു കൃഷിക്കാരൻ്റെ യഥാർത്ഥ പാഠവമുണ്ടെങ്കിൽ അവൻ നല്ല ലീഡറായിട്ട് ശോഭിക്കും. ഒരു കൃഷിക്കാരനെ നോക്കുക, അവൻ പിറ്റേ ദിവസം അവൻ്റെ കണ്ടത്തിലേക്ക്, അവൻ്റെ കൃഷിസ്ഥലത്ത് ചെയ്യുന്ന പണിയെപ്പറ്റി അവൻ ഗ്രഹപാഠം ചെയ്യുന്നു. തലേ ദിവസം രാത്രി ഇരുന്ന്
അവൻ പ്ലാനിങ് ചെയ്യുകയാണ്. നാളെ എന്താണ് എൻ്റെ കൃഷി സ്ഥലത്ത് ചെയ്യേണ്ടത്, അതിനുള്ള എല്ലാ ഗ്രഹപാഠവും ചെയ്ത് അവൻ ഉറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ് അവൻ അതിനുള്ള സാമഗ്രിയുമായിട്ട് അവൻ കൃഷി സ്ഥലത്തേക്ക് പോകുകയാണ്. അവൻ സ്കില്ലുള്ള മനുഷ്യനാണ്. ഹി ഹാവ് എ ഡീപ്പ് നോളേജ്. അവൻ അവിടെ ചെന്ന് കൃഷിസ്ഥലം ഒരുക്കുന്നു, കൃഷി ഇറക്കുന്നു, കൃഷിയെ പരിപാലിക്കുന്നു, കൃഷി വളരുന്നു, അത് ഫലം കൊടുക്കുന്നു. ആ ഫലം സമയമാവുമ്പോൾ അവൻ കട്ട് ചെയ്ത് അതിനെ ശേഖരിക്കുന്നു. അവൻ ആവശ്യമുള്ളത് വെച്ച ശേഷം മറ്റുള്ള ഫലം അവൻ കമ്പോളത്തിൽ വിൽക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി. ഇറ്റ്സ് എ വെരി സിമ്പിൾ, ബട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കർഷകന്റെ പാഠവുമാണ് ഒരു യഥാർത്ഥത്തിലുള്ളതായ ഒരു നേതാവിന് വേണം എന്ന് ഞാൻ പറയുകയാണ്. ഹി ഹാവ് എ ഡീപ്പ് നോളേജ്. അവൻ നല്ല സ്കില്ലുള്ളതാണ്. ഇറ്റ്സ് എ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ട്. ഇറ്റ്സ് എ സ്ട്രോങ് ജഡ്ജ്മെന്റ്, പാഷനേറ്റ്, പേഷ്യൻസ് ഉണ്ട്. അവൻ എപ്പോഴും ഒരു ഓർഗനൈസിങ് സ്കില്ലുള്ളതാണ്. അവനെല്ലാം കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു കഴിവുള്ള പാഠവമുള്ള ഒരു ലീഡർ ആയിരിക്കണം ഇന്ന് നമ്മുടെ ദേശത്തിനും ലോകത്തിനും ആവശ്യം. ഒരു യഥാർത്ഥ ലീഡർ ഇന്ന് ലോകത്ത് വേണമെങ്കിൽ അവൻ ഒരു ഇടയന്റെ കരുതലും ഇടയന്റെ അനുകമ്പയും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇന്ന് നമ്മുടെ നേതാവാണെന്ന് നമ്മുടെ മുമ്പിൽ നയിക്കുന്ന ആ മിണ്ടാപ്രാണികളെ നയിക്കുന്ന ആ ഇടയന്റെ കൂട്ടായിരിക്കണം ഇന്നത്തെ ലീഡർ. കാരണം അവൻ ട്രസ്റ്റ് വർത്തിയുള്ള സാക്രിഫിഷ്യൽ മെന്റാലിറ്റി ഉണ്ട്. അവൻ എപ്പോഴും താൻ വഹിക്കുന്ന മിണ്ടാപ്രാണികൾ, ആ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. ഹി നോ ദ നെയിം ഓഫ് ഷിപ്പ്. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. They identified the sound of their leader. അവിടെ ശബ്ദം മനസ്സിലാക്കുവാനും ശബ്ദം തിരിച്ചറിയുവാനുള്ള കഴിവുകൾ ആ മിണ്ടാപ്രാണിലേക്കുണ്ട്. അതുപോലെയാണ് അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നത്. ഇടയന്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റി നിർത്തി തൻ്റെ പുറകിലുള്ള താൻ നയിക്കുന്ന ആടുകളുടെ ജീവിതത്തിന് വേണ്ടി, ജീവന് വേണ്ടിയിട്ട് ബലിയാടാകുന്ന ഇടയനാണ് യഥാർത്ഥത്തിലുള്ള ഇടയൻ. അതുപോലെ ആയിരിക്കണം നമ്മുടെ ലീഡറും. അപ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തും. അവന് അനുകമ്പയുണ്ട്, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. അവൻ ബോൾഡാണ്. തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലി കഴിക്കുന്ന ഇടയനാണ് ഇന്ന് ലോകത്തുള്ളത്. അതെവിടെയും ആയിക്കോട്ടെ. അവൻ അവരുടെ മുമ്പിൽ നടക്കുമ്പോൾ വലിയൊരു വടി, ആ വടിയേലൊരു മൂർച്ചയുള്ള ആയുധം. അവൻ നടക്കുകയാണ്. അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. അവരുടെ ശബ്ദം കേൾക്കുന്നു. അവനെ അനുഭവിക്കുന്നു. ഈ ആടുകൾക്കറിയാം ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നായകൻ ഞങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്കൊരാപത്തും വരില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഈ പാഠമുള്ള നേതാക്കന്മാരാണ് നമുക്ക് ആവശ്യം. അതേത് ഫീൽഡിലായിക്കോട്ടെ. നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, ഇറ്റ്സ് എ മാനേജർ, നിങ്ങൾ ഒരു ക്യാപ്റ്റൻ, ഒരു പൈലറ്റ്, ആരെ നയിക്കുന്നുവോ അവൻ എങ്ങനെ ആയിത്തീരണമെന്ന് സാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും അവരങ്ങനെ ആകുന്നില്ല. അതാക്കേണ്ടതായ ഉത്തരവാദിത്വം ജനങ്ങൾക്കാണുള്ളത്. ഇത് വീട്ടിലുമാണെങ്കിലും പരിസരത്താണെങ്കിലും നമ്മുടെ രാജ്യത്താണെങ്കിലും ലോകത്തിലെല്ലാം നൗ വി നീഡ് എ റിയൽ ലീഡർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഇന്നത്തെ ഈ പറച്ചിലിൻ്റെ ഉദ്ദേശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ലീഡർഷിപ്പിനെ നമുക്ക് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കുന്ന ജനതകളുടെ മാനസിക അവസ്ഥ അനുസരിച്ച്, അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന, അവരെ നയിക്കുന്നതായ യഥാർത്ഥത്തിലുള്ള നേതാവ്, ലീഡർ നമുക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.